പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പുതിയ ഗെയിം കളിക്കാൻ പോണേ. അതാണ് പാല് വേൾഡ്. ഈ ഗെയിം ശരിക്ക് എന്താണെന്ന് എനിക്കറിയില്ല. മൈൻക്രാഫ്റ്റ് പോലെ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ പിന്നെ പോക്കിമോണുണ്ട്. എനിക്ക് ആക്ച്വലി ഈ പോക്കിമോൺ എന്താണെന്ന് അറിയില്ല. ഈ പോക്കിമോണ് കാർട്ടൂണാന്ന് തോന്നുന്നുണ്ട്. കാർട്ടൂണാണോന്ന് എനിക്കറിയില്ല. ഇതിലത്തെ ക്യാരക്ടേഴ്സും കൂടി എന്താണെന്ന് എനിക്കറിയില്ല. ഈ ഗെയിം പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആണ്. കുറേ യൂട്യൂബേഴ്സ് ഈ ഗെയിം കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനും കളിക്കുന്നത്. ഇവിടെ പിന്നെ ഒരു സർവൈവൽ ഗൈഡ് ഉണ്ട് കേട്ടോ. ഒരു ട്യൂട്ടോറിയൽ പോലെയാണ്. ഇതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ഈ ഗെയിം കളിക്കാനായിട്ട്. അല്ലാണ്ട് ഈ ഗെയിമിനെ കുറിച്ച് എനിക്ക് ഒരു ധാരണയുമില്ല. ഇതെന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് പോക്കിമോൺ എന്താണെന്ന് അറിയില്ല. അതിലത്തെ ക്യാരക്ടേഴ്സിനെ അറിയില്ല. അവരുടെ എബിലിറ്റി എന്താണാവോ അതും അറിയില്ല. എന്തൊട്ടായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. കളിച്ചാലല്ലേ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം. ഏകദേശം മൈൻക്രാഫ്റ്റ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അതിലും കാണിക്കും ക്രിയേറ്റ് ന്യൂ വേൾഡ് എന്ന്. ഇവിടെ നമുക്ക് വേൾഡിന് പുതിയ പേര് കൊടുക്കാം. എന്നിട്ട് പേര് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ എന്തോ പേര് കൊടുത്തിട്ടുണ്ട്. അത് കിടന്നോട്ടെ. ഇവിടെ പിന്നെ ഡിഫിക്കൽറ്റി ഉണ്ട്. അത് നമുക്ക് ഈസി കൊടുക്കാം. അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ക്യാരക്ടർ സെറ്റ് ചെയ്യാം. ആദ്യം പേര് ചോദിക്കുന്നുണ്ട്. പേര് KL ഫൺ ഗെയിമിംഗ്. അത് മതി. അത് നല്ല പേരാണല്ലോ. ഇവിടെ പിന്നെ ഫീമെയിൽ ക്യാരക്ടറെ കാണിക്കണേ. നമുക്ക് മെയിൽ സെലക്ട് ചെയ്യാം. ഇതിലിപ്പോൾ ഫീമെയിൽ ക്യാരക്ടർ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടാ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇത് എന്നിട്ട് ബാക്കിൽ ബാഗാന്ന് തോന്നുന്നുണ്ട്. ഓ, ഇവിടെ ഇഷ്ടം പോലെ ക്യാരക്ടർ ഉണ്ട്. ഓ, ഇത് നൈസായിട്ട് കേട്ടാ. നമുക്കപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യാം. എന്നിട്ട് ഈ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കണേ? നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കാൻ തോന്നുന്നുണ്ട്. ഏയ്, എല്ലാവരും ഓടിപ്പോയില്ലോ. എന്താണോ? അതെ, നമുക്കിവിടെ എന്തോ ആക്സിഡൻ്റ് ആയി തോന്നുന്നുണ്ട്. ആക്സിഡൻ്റ് ആയിട്ട് ഈ സ്ഥലത്ത് പെട്ടുപോയതോ. ഇതെന്തുട്ടത്? ടാബാ. ദ ട്രീ ഹോൾസ് ദ ട്രൂത്ത്. എന്താണാവോ? ഇയാളിപ്പോൾ പതുക്കെ മുന്നോട്ടേക്ക് പോവാണ്. ഇതിപ്പോൾ ഏതാ സ്ഥലം? നമ്മളിപ്പോൾ എവിടേക്ക് എത്തിയേ? ഇത് ഏതൊരു കേവാന്ന് തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ അടിയിലേക്ക് പോയി നോക്കാം. വിൻഡ്സെപ്റ്റ് ഹിൽസ്, അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ പിന്നെ മേലെ ട്യൂട്ടോറിയലൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. നമുക്കിനി അത് നോക്കിയിട്ട് വേണം ഈ ഗെയിം കളിക്കാനായിട്ട്. അല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. ഇതിലിപ്പോൾ പറയണത് ആക്ടിവേറ്റ് ഗ്രേറ്റ് ഈഗിൾ സ്റ്റാച്ചു ടു അൺലോക്ക് ഫാസ്റ്റ് ട്രാവൽ. എന്താ ഫാസ്റ്റ് ട്രാവലിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഇവിടെ പിന്നെ ഞാൻ എന്തൊരു സാധനം എടുത്തുട്ടാ. ഇവിടെ ഒരു പെട്ടിയുണ്ട്. അതിനെന്തോ കീ വേണമെന്ന്. കോപ്പർ കീയാ. ഒരു കോപ്പറിൻ്റെ കീ വേണം, എന്നാലേ പെട്ടി തുറക്കാൻ പറ്റുള്ളൂ. ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കപ്പോൾ തിരിച്ചു പോവാം. നേരത്തെ പിന്നെ എന്തോ ഫാസ്റ്റ് ട്രാവലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമുക്കപ്പോൾ അതും കൂടി നോക്കണം. ഒരു മിനിറ്റ്, ഇവിടെ വഴിയുണ്ടല്ലോ. അടിയിലേക്ക് സ്റ്റെപ്പൊക്കെ പോകുന്നുണ്ട്. ഇവിടെ ഞാൻ എന്തെങ്കിലും മിസ് ചെയ്താ? ഓക്കെ, ഇവിടെ എന്തോ വഴിയുണ്ട് കേട്ടാ. ആ വഴി കല്ലൊക്കെ വെച്ച് അടച്ചിട്ടേക്ക. നമുക്കപ്പോൾ അത് തുറക്കേണ്ടി വരും. ഇതിപ്പോൾ എങ്ങനെ തുറക്കുക? ഇവിടെ അപ്പുറത്തേക്ക് വഴിയുണ്ട്, അത് ഉറപ്പാ. ആ, നമുക്ക് പിന്നെ നോക്കാം. ആദ്യം നമുക്ക് ഈ കേവിൻ്റെ പുറത്തേക്ക് ഇറങ്ങാം. എന്നിട്ട് മേലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതേപോലെ ചെയ്യാം. ഓ, ഇത് നല്ലൊരു സ്ഥലമാണ് കേട്ടാ. നമ്മളിപ്പോൾ എവിടേക്ക് എത്തിയേ? ഇവിടെ നിന്നിട്ട് ചെയ്യണ്ടേ? നമുക്ക് വീട് വെക്കണം തോന്നുന്നുണ്ട് കേട്ടാ. സർവൈവ് ചെയ്യാനായിട്ട് ഒരു ബേസൊക്കെ പണിയേണ്ടി വരും. പിന്നെ ഇതിൽ പോക്കിമോൺ വെച്ചിട്ട് എന്തുട്ടാണോ ചെയ്യണ്ടേ? ഇതിലിപ്പോൾ എനിക്ക് പോക്കിമോണൊന്നും കാണാനില്ല. ഇതെന്താ സംഭവം? അത് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഓ, ഇതാണ് മറ്റേ സംഭവം, ആ ഫാസ്റ്റ് ട്രാവല്. ആ നേരത്തെ പറഞ്ഞില്ലേ? ഒരു മിനിറ്റ്, ഇവിടെ ഒരു ചേച്ചി ഇരിക്കണ്ടല്ലോ. ഒന്ന് സംസാരിച്ച് നോക്കാം. ഹലോ ചേച്ചിയെ, എന്നെ ഒന്നും ചെയ്യല്ലേ? പക്ഷെ എൻ്റെ പൊന്നെ, അതിൻ്റെ കയ്യിൽ ഒരു ഷോട്ട് ഗൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ചേച്ചി നമുക്ക് കുറച്ച് വുഡൊക്കെ തന്നു കേട്ടാ. ഈ വുഡ് നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് ആവശ്യം വരുന്നു. വുഡ് അല്ലാണ്ട് തന്നെ വഴിയിൽ കിടക്കണ്ടാവും.
നമുക്ക് അതൊക്കെ കളക്ട് ചെയ്തെടുക്കണം. ഒരു മിനിറ്റ്, ഇതെന്നിട്ടാ ഒരു പിങ്ക് കളറിൽ? അത് പോക്കിമോണെന്ന് തോന്നുന്നുണ്ട്. അതിനെ എന്തുട്ടാ ചെയ്യണ്ടേ? കൊല്ലണ? എന്താണാവോ? ഇവിടെ പിന്നെ ഒരു കോഴിയുണ്ട്. ഈ കോഴി മുട്ടയിടോ? ഇതിൽ കോഴീനെ കാണാനായിട്ട് ഫുട്ബോൾ പോലെ ഉണ്ട്. സംഭവം ക്യൂട്ടാ. ഇതിൽ കോഴീനെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ രാത്രിയാകുമ്പോൾ അൽഫാം അടിച്ച് കഴിക്കാം. പെരി പെരി അൽഫാം ആക്കാം. അയ്യോ, അതിന് ഞാൻ അടിച്ചല്ലോ. അതിപ്പോൾ എന്നെ കൊത്താൻ വരുന്നുണ്ട്. അയ്യോ കോഴിയെ കളിക്കല്ലേ, ഞാൻ നേരത്തെ തമാശക്കാക്കിയതല്ലേ. ഇനി കുറച്ച് സീരിയസ് ആവാം. ഓക്കെ, ആ കോഴീനെ ഞാൻ കൊന്നേക്കാണ്. ഇവിടെ വേറൊരു കോഴിയുണ്ട്, അതിനും കൂടി അങ്ങ് കൊല്ലാം. എന്നാ പിടിച്ചോ. ഈ കോഴികൾ പെട്ടെന്ന് ചാവണില്ല കേട്ടോ. ഇതൊന്നും പെട്ടെന്ന് ചാവാത്ത. ചിലപ്പോൾ നമുക്ക് വല്ല വെപ്പൺസ് വേണ്ടി വരും, എന്നാലേ ഒരു ചാവുള്ളൂ. ഓക്കെ, അതും കൂടി അങ്ങനെ ചത്തേക്കാണ്. ഇവിടെ കല്ലുണ്ട്, കല്ലും നമുക്ക് കളക്ട് ചെയ്യാം. ചിലപ്പോൾ വീടൊക്കെ പണിയുമ്പോൾ ആവശ്യം വരും. ഈ കോഴി ചത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കെടുക്കാട്ട. നമുക്ക് പിന്നെ ഇതിനെ ഫുട്ബോളായിട്ട് യൂസ് ചെയ്യാം. അത് കൊള്ളാലോ. എന്തെങ്കിലും ആട്ടെ. പക്ഷെ കോഴിനെ കൊന്നിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. എനിക്കിവിടെ മീറ്റൊന്നും കിട്ടിയില്ല. അത് ഉരുണ്ടുപോയി. നമുക്കിതിൽ മരം വെട്ടാനും പറ്റുണ്ടോ? ഇയാൾ മരത്തമ്മ ഇടിക്കുക ചെയ്യണേ. അതിപ്പോൾ മൈൻക്രാഫ്റ്റിലായാലും അങ്ങനെ തന്നെയാ. ആദ്യം നമ്മൾ മരത്തമ്മ ഇടിക്കുക ചെയ്യുക, എന്നിട്ട് ആക്സ് പിക്കാക്സ് അതൊക്കെ ഉണ്ടാക്കും. ഇവിടെ നമ്മുടെ കൈ വേദന എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇടിക്കാം. നമുക്ക് പിന്നെ അത്യാവശ്യം വുഡും കിട്ടുന്നുണ്ട്, അവിടെ സൈഡിൽ കാണാൻ പറ്റും. പിന്നെ ഫൈബറും കിട്ടിയിട്ടാ. 2 ഫൈബർ കിട്ടി. ഈ ഫൈബർ എന്തിനാണാവോ? ഇവിടെ വീണ്ടും എൻ്റെ കൈ വേദന എടുത്തേക്കാണ്. മതി, ഇനിയും ഇടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ കൈമ പ്ലാസ്റ്റർ ഇടേണ്ടി വരും. ഇതിപ്പോൾ എന്താണ്ടായേ? ഓ, ലെവലപ്പായി. നമ്മളിപ്പോൾ ലെവൽ 3 ആയി. ഒരു കാര്യം ചെയ്യാം, ഈ കോഴീനെ ഒരു സൈഡിൽ മാറ്റിയിടാം, ആരും കാണണ്ട. അതവിടെ കിടന്നോളും. ഇവിടെ ഇപ്പോൾ നമ്മളോട് ആ സർവൈവൽ ഗൈഡില്ലേ, അത് നോക്കാൻ പറയുന്നുണ്ട്. നമുക്കപ്പോൾ ഇതെടുത്ത് നോക്കാം. അതിൽ പറയും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്കപ്പോൾ ഇത് സെലക്ട് ചെയ്യാം. വാട്ട് ഷുഡ് ഐ ഡു ഫസ്റ്റ്? ഇതിലിപ്പോൾ പറയണത് ഫസ്റ്റ് പിക്കപ്പ് ഫാളൻ ബ്രാഞ്ചസ് ആൻഡ് പെബിൾസ് ടു ഗ്യാദർ വുഡ് ആൻഡ് സ്റ്റോണ്. ഓ, നമ്മളോട് വുഡും സ്റ്റോണും കളക്ട് ചെയ്യാനാണ് പറയണേ. അതിപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളോട് മരത്ത് മേടിച്ച് വുഡ് കളക്ട് ചെയ്യാനും പറയുന്നുണ്ട്. നമ്മൾ പക്ഷെ അതും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയണത് ബിൽഡ് എ വർക്ക് ബെഞ്ച് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ആക്സ് ആൻഡ് പിക്കാക്സ്. ഓ, നമുക്കിനി ഒരു വർക്ക് ബെഞ്ച് ഉണ്ടാക്കിയിട്ട് ഒരു ആക്സും പിന്നെ ഒരു പിക്കാക്സും ഉണ്ടാക്കണം. ഈ വർക്ക് ബെഞ്ച് അപ്പോൾ പറയണത് ക്രാഫ്റ്റിംഗ് ടേബിളാവും, അതാവും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പിന്നെ ഇതിൽ എന്തോ പാൽ ബോക്സാ, അതുണ്ടാക്കാൻ പറയുന്നുണ്ട്. അതാണ് നമ്മുടെ ബേസ് എന്ന്. പിന്നെ ലെവല് കൂടി കഴിഞ്ഞാൽ പാൽ സ്പിയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുക. ഇതൊക്കെ എന്തിട്ടാണാവോ? പിന്നെ ഈ പാൽവേടിൻ്റെ പാലില്ലേ, അത് പോക്കിമോണിയും ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഇതിൽ പിന്നെ പറയുന്നുണ്ട് കേട്ടാ, നൈറ്റ് ടൈം ക്യാൻ ബി ഡേഞ്ചറസ് എന്ന്. ഇനി ഇതും മൈൻക്രാഫ്റ്റിലെ പോലെ രാത്രിയാകുമ്പോൾ സോംബിയും ക്രീപ്പറൊക്കെ വരുമോ? ഇനി അതിനെ കൂടി കുറവുണ്ടായിരുന്നുള്ളൂ. ആ, ഇതാണ് പാലിട്ടാ. ഈ സാധനത്തിന് ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, അത് എങ്ങോട്ടോ ഓടിപ്പോയി. ഓക്കെ, ഇവിടെ ഇപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം മനസ്സിലായിട്ടൊന്നുമില്ല. നമുക്കപ്പോൾ പതുക്കെ കളിച്ച് നോക്കാം. ഇവിടെ ഇപ്പോൾ നമ്മളോട് ഒരു വർക്ക് ബെഞ്ച് ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അതുണ്ടാക്കിയാലേ നമുക്ക് ടൂൾസൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, അതൊന്നിട്ടി പോണേ ഒരു പച്ച കളറിൽ ഡൈനോസറാണോ? കണ്ടിട്ട് ഒരു കുട്ടി ഡൈനോസർ പോലെ തോന്നുന്നുണ്ട്. നമുക്കിനി അതിനെ ക്യാപ്ചർ ചെയ്യേണ്ടി വരുമോ? നമുക്ക് ഇവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും പറ്റും കേട്ടോ. നമുക്ക് വേണ്ടിയിട്ട് മരങ്ങൾ മുറിക്കുക, സ്റ്റോൺ കളക്ട് ചെയ്യുക, അത് ഇവരെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റും. പക്ഷെ അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഇവരെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ തിരിച്ചടിക്കാൻ വരും. ഇതെന്തൊരു സാധനം? ഡയമണ്ടാണോ? ഡയമണ്ട് ഒന്നുമില്ല, എന്തോ സ്റ്റോണാന്ന് തോന്നുന്നുണ്ട്. നമുക്കത് കളക്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. പലാഡിയം ഫ്രാഗ്മെൻറ്റാ.
അതെന്തുട്ടാണാവോ? എന്തുട്ടായാലും നമുക്ക് കളക്ട് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ കയ്യും വേദന എടുത്ത് തുടങ്ങി. അല്ല, അതെന്താ, ജയിലാണോ? ഏയ്, ജയിലൊന്നല്ല. ഇവിടെ പിന്നെ വെള്ളമൊക്കെ ഒഴുകി പോണ്ട്. നല്ല ഫോഴ്സിലാണ് പോണേ. നമ്മളിനി വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഫോഴ്സിൽ ഒഴുകി പോകുന്ന തോന്നണേ. നമുക്കപ്പോൾ ചാടി കിടക്കാം. അവിടെ എന്തൊരു സംഭവം ഉണ്ട്. ഇതൊക്കെ എന്തുട്ടാണാവോ? ഈ അടിക്കല്ലേ, പിക്കപ്പി. ഓക്കെ, അതങ്ങനെ എടുത്തേക്കാണ്. ഇപ്പുറത്തും ഒരു പെട്ടി ഉണ്ട് കേട്ടാ. ഇനി അതിന് കീ വേണ്ടി വരുമോ? ഏയ്, ഇതിന് കീ ഒന്നും വേണ്ടി വന്നില്ല. നമുക്കിവിടെ പാൽസ്പിയർ കിട്ടി. പാൽസ്പിയർ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ചെയ്യില്ലല്ലോ. ഏയ്, ഒന്നും ചെയ്യില്ലെന്ന് തോന്നുന്നുണ്ട്. അത് പക്ഷെ നമ്മളെ തുറിച്ച് നോക്കുന്നുണ്ട് കേട്ടാ. ആ വേണ്ട, ചിലപ്പോൾ അത് നമ്മളെ അറ്റാക്ക് ചെയ്യും. നമുക്കിനി ബേസൊക്കെ പണിയണ്ടേ? അതിനായിട്ട് ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കണം. നല്ലൊരു ലൊക്കേഷൻ. എവിടെ ഇപ്പോൾ പണിയാ? ഞാനത് നോക്കണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവെൻട്രി. ഇൻവെൻട്രിയിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. നമ്മൾ പിന്നെ നേരത്തെ കോഴിനെ കൊന്നില്ലേ, അതിൻ്റെ മീറ്റും കിട്ടിയിട്ടാ. പിന്നെ മുട്ടയുണ്ട്. മുട്ട എന്തിനാ? ഓംലെറ്റ് അടിക്കാനോ? ഇവിടെ പിന്നെ മുമ്പിൽ ചെമ്മരിയാട് ഉണ്ട് കേട്ടാ. ഇത് ചെമ്മരിയാടല്ല, ചെമ്മരി ബോളാ. ഒരു ബോള് പോലെയാ. ഇതിന് നമുക്ക് കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ട്. നമുക്കപ്പോൾ വൂള് കിട്ടായിരിക്കും. വൂളുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയാവും. ഇവിടെ മറ്റേ സാധനം ഉണ്ട് കേട്ടാ, ആ പിങ്ക് കളർ സാധനം. മുമ്പിൽ പിന്നെ നല്ലൊരു വെള്ളച്ചാട്ടാ. ഇത് നല്ലൊരു ലൊക്കേഷനാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ലേ? വെള്ളത്തിൽ ഇറങ്ങിയോണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. ഏയ്, വെള്ളത്തിൽ ഇറങ്ങിയ പ്രശ്നമൊന്നുമില്ല. നമുക്കൊന്ന് കുളിക്കാം. നമുക്കിനി ഒരു വർക്ക് ബെഞ്ച് ഉണ്ടാക്കാം. ഓക്കെ, അതങ്ങനെ ഉണ്ടാക്കിയേക്കാണ്. ഇനിയിപ്പോൾ ഒന്നുകൂടി ചെയ്യണ്ടേ? ഓ, നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴാണ് ഉണ്ടാക്കാൻ പോണേ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് കിട്ടിയുള്ളൂ. ഇയാളുടെ കയ്യിൽ ചിറ്റിക ഉണ്ടായിരുന്നു കേട്ടാ. ആ കോഴിനെ കൊല്ലുമ്പോൾ ചിറ്റിക വെച്ച് അടിച്ചാൽ മതിയായിരുന്നു, പെട്ടെന്ന് ചത്താനെ. ഇവിടെ നമുക്ക് വെപ്പൺസ് ക്രാഫ്റ്റ് ചെയ്യാം. ആക്സ് ഉണ്ട്, പിക്കാക്സ് ഉണ്ട്, പിന്നെ ഒരു ബാറ്റ് ഉണ്ട്. ആ രണ്ടാമത്തെ ഐറ്റം വന്നിട്ട്, ഓ, അത് തീ കത്തിക്കാനുള്ള സംഭവം കേട്ടാ. രാത്രി കണ്ണ് കാണണ്ടേ. നമുക്കപ്പോൾ ആദ്യം എന്തുട്ട് ചെയ്യണ്ടേ? ഒരു സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് മരങ്ങളൊക്കെ ഈസി ആയിട്ട് മുറിക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ സ്റ്റോണിൻ്റെ ആക്സ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട്. ഉണ്ടാക്കിയില്ലേ? ആ, ഉണ്ടാക്കി. ഓ, ഇത് അത്യാവശ്യം വലിയൊരു ആക്സ് ആണ് കേട്ടാ. അടുത്തത് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. ഇത് ഫൈറ്റൊക്കെ ചെയ്യുമ്പോൾ ആവശ്യം വരും. അടുത്തത് ടോർച്ച്. ഇതിൽ തീ കത്തിക്കുക ചെയ്യുക. ഈ പണ്ടത്തെ സമയത്ത് ആൾക്കാർ ടോർച്ചായിട്ട് ഇതാ ഉപയോഗിക്കുക. ഒരു മരത്തിൻ്റെ വടിമേ ഒരു തുണിയൊക്കെ കെട്ടിയിട്ട് തീ കത്തിക്കും. അങ്ങനെയാണ്. നമ്മളങ്ങനെ അതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. മുമ്പിൽ 2 കോഴികളുണ്ട്. രണ്ടെണ്ണത്തിനെ അടിച്ചു കൊല്ലാം. ഒരെണ്ണം തീർന്നേക്കാണ്. ചത്തില്ലേ? ആ, ചത്തു. നമുക്കപ്പോൾ മീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇവിടെ മുമ്പിൽ ചെമ്മരിയാടുണ്ട്. അതിനും കൂടി അങ്ങ് കൊല്ലാം. അപ്പോൾ നമുക്ക് വൂള് കിട്ടും. അയ്യോ, കരയണു. ശരി, എന്നെ അറ്റാക്ക് ചെയ്യേ. ഒരറ്റടി. ചത്തു എന്നാ തോന്നണേ. ചത്ത് കഴിഞ്ഞാൽ അത് ഉരുണ്ട് പോവും. അടുത്തത് നമ്മളോട് എന്തൊരു സാധനം അൺലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പാൽസ്പിയർ. ഓ, നമുക്കത് അൺലോക്ക് ചെയ്യണം. നേരത്തെ നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉപയോഗം എന്താണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇതാണ് പാൽസ്പിയർ. നമുക്കത് അൺലോക്ക് ചെയ്യാം. നമ്മളോട് അത് ക്രാഫ്റ്റ് ചെയ്യാനും പറയുന്നുണ്ട് കേട്ടാ. നമുക്ക് ഈ പാൽസ്പിയർ ക്രാഫ്റ്റ് ചെയ്യാം. ഇതുകൊണ്ട് എന്ത് ഉപയോഗം? നോക്കി നോക്കാം. അറ്റാക്ക് പാൽസ് ടു വീക്കൺ ദം, ദെൻ പ്രസ് ക്യൂ ടു ത്രോ ദ പാൽസ്പിയർ ആൻഡ് ക്യാപ്ചർ ദം. ഓ, നമുക്കപ്പോൾ ഈ പാലിനെ പിടിക്കണം കേട്ടാ. ആ പിങ്ക് സാധനവും നമുക്ക് അതിനെ പിടിക്കേണ്ടി വരും. അതിനായിട്ട് ആദ്യം ഹെൽത്ത് കളയേണ്ടി വരും. അതിന് കൊല്ലാൻ പാടില്ല കേട്ടാ. ഒരു തരി ഹെൽത്ത് കളയണം.
എന്നിട്ട് വേണം അതിനെ ക്യാപ്ചർ ചെയ്യാൻ. നമുക്കപ്പോൾ പതുക്കെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലാം. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് ഓടിപ്പോകും തോന്നുന്നു കേട്ടോ. നമുക്കിൻ്റെ ബാക്കിൽ പോയിട്ട് ഒരറ്റടിയാ. ഇനിയിപ്പോൾ അത് എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും തോന്നുന്നുണ്ട്. എന്നെ അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് ക്യൂ അമർത്താം. അയ്യോ അതെങ്ങനെയായിരുന്നു? ഓക്കെ, ഇവിടെ ഞാൻ എന്തൊരു സാധനം ഇവിടെ തെറിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ്ടായേ? ഓക്കെ, നമ്മൾ അതിനെ ക്യാപ്ചർ ചെയ്തേക്ക. ആ പാലിൻ്റെ പേര് കാറ്റീവാ. ഓ, ഇതേപോലെ തന്നെ കുറേ പാലുണ്ടാവും. നമുക്ക് അതേപോലെ ക്യാപ്ചർ ചെയ്യേണ്ടി വരും. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. ഇനി അടുത്തത് എന്താ ചെയ്യണ്ടേ? ഓപ്പൺ ദ ടെക്നോളജി സ്ക്രീൻ ഫ്രം ദ മെനു ആൻഡ് അൺലോക്ക് പാൽ ബോക്സാ. പാൽ ബോക്സ് ഇത്. ഓക്കെ, അത് അൺലോക്ക് ചെയ്തേക്കാണ്. നമുക്കപ്പോൾ ഇതും ഉണ്ടാക്കേണ്ടി വരും. ഇതിലാണോ ഉണ്ടാക്കുക? നമുക്ക് ഇതേപോലെ എന്തോ ചെയ്യണം. അത് ഞാനൊരു സ്ഥലത്ത് വെച്ചേക്കാണ്. ഇനി അത് ഉണ്ടാക്കേണ്ടി വരും. ഇപ്പം അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ആയിട്ടുള്ളൂ. നമുക്കപ്പോൾ ഈ സാധനം അങ്ങ് ഉണ്ടാക്കാം. പെട്ടെന്നാവുന്നുണ്ട് കേട്ടോ. അതങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എങ്ങനെ ഫുഡ് കഴിക്കൽ? ഇൻവെൻ്ററി തുറന്ന് നോക്കാം. ഇതിൽ മീറ്റ് ഉണ്ട്. മീറ്റ് എങ്ങനെ കഴിക്കുക? ഇങ്ങനെയാണോ? അല്ല. ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. KL ഫൺ ഗെയിമിങ്. അങ്ങനെയല്ലേ? മറ്റേന് പിന്നെ വിശക്കണില്ല. അതിന് പിന്നെ ഫുഡ് കൊടുത്താൽ മതി. നേരത്തെ നമുക്ക് ആ ഡൈനോസറിനെയും പിടിക്കായിരുന്നു കേട്ടോ. അത് മിസ്സായി. എനിക്കറിയണ്ടായിരുന്നില്ല അത് എങ്ങനെ ക്യാപ്ചർ ചെയ്യാന്ന്. ഇപ്പം എനിക്ക് കുറേശ്ശെ മനസ്സിലാവുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇരുട്ടാവാറായിട്ടാ. നമുക്കിനി ബേസൊക്കെ പണിയണ്ടേ? അതിനായിട്ട് എന്തുകൂടെ ചെയ്യണ്ടേ? ഒരു മിനിറ്റ്, ഇവിടെ എന്തോ കാണിക്കണ്ട്. അയ്യോ അടിക്കല്ലേ, അറിയാണ്ട് അടിച്ചതാ. ഇതിന് ഇവിടേക്ക് വയ്ക്കാം. ഇതിപ്പോൾ എന്തുകൂടെ ചെയ്യണ്? ആദ്യത്തെ അവിടെ സ്റ്റോണൊക്കെ കളക്ട് ചെയ്യുക. അതിപ്പോൾ നമുക്ക് വേണ്ടിയിട്ടാണ് പണിയെടുക്കണേ. ശരി. സ്റ്റോണൊക്കെ എങ്ങോട്ട് തെറിച്ച് പൂണ്ടിട്ട് നമുക്കിനതൊക്കെ കളക്ട് ചെയ്യണം. ഇത് കൊള്ളാം കേട്ടോ പരിപാടി. നമുക്ക് ആ സ്റ്റോണൊക്കെ കളക്ട് ചെയ്യാം. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? ഞാൻ അറിയാണ്ട് അതിനെടുത്തു. ഇപ്പോൾ എറിയാനാ പറയണേ. അതിന് പക്ഷെ ഒന്നും പറ്റിയില്ല. എന്തെങ്കിലും ആവട്ടെ. ഇവിടെ പിരിട്ടാവാറായി. നമുക്ക് ബേസ് പണിയണം. ഈ ബേസ് എങ്ങനെ പണിയുക? ബിൽഡ് വുഡൻ ചെസ്റ്റ്. ഒരെണ്ണം ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാനൊരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ എനിക്ക് എന്താണോ സംഭവിക്കണേ? തണുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. സൈഡിൽ മൊത്തം ഫ്രീസ് ആയിക്കുക. ബേസ് ഇല്ലാത്തോണ്ടാവും. ഇനി എന്നിട്ട് പറയണത് എന്തൊരു ബെഡ് ഉണ്ടാക്കാൻ പറഞ്ഞു. ബെസ്റ്റ്. ഇതേപോലെ തീ കത്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ തണുക്കില്ല. നമ്മുടെ പാല് അവിടെ കിടന്ന് ഉറങ്ങിയിട്ടാ. പണിയെടുത്ത് വയ്യാണ്ടായി. അതവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ നേരം വെളുത്തേക്കാണ് കേട്ടോ. എനിക്ക് രാത്രി കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. നമ്മുടെ പാലില്ലേ, അത് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോൾ അത് അവിടെ പണിയെടുക്കുന്നുണ്ട്. എനിക്കിവിടെ ഇഷ്ടം പോലെ കല്ല് കിട്ടുകയും ചെയ്തു. എനിക്കിപ്പോൾ മര്യാദയ്ക്ക് നടക്കാനും പറ്റണില്ല. ഈ ബാഗില്ലേ, അത് ഫുള്ളാവും ചെയ്തു. ഈ ഗെയിമിൽ പിന്നെ എന്തൊട്ടൊക്കെ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒന്ന് നോക്കേണ്ടി വരും. കുറച്ച് യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഒക്കെ നോക്കേണ്ടി വരും. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലും കൂടി സബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്താണ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.